അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും. ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി. എടയൂർ പൂക്കാട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ നാട്ടുതാലപ്പൊലി മഹോത്സവം കൊടിയിറങ്ങി. അയ്യപ്പനും വേട്ടയ്ക്കൊരു മകനും വിശേഷാൽ കളംപാട്ടുകൾ നടന്നു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പൂക്കാട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ നാട്ടുതാലപ്പൊലി മഹോത്സവം കൊടിയിറങ്ങി. മകരച്ചൊവ്വയ്ക്ക് കളംപാട്ടും ഉത്സവക്കൊടിയേറ്റും നടന്നതിനു ശേഷം 41 കളംപാട്ടാണ് ഭഗവതിക്കും മറ്റ് ദേവന്മാർക്കുമായി നടന്നത്. വിവിധ വ്യക്തികളുടെ വഴിപാടായാണ് ഇതിൽ അയ്യപ്പനും വേട്ടയ്ക്കൊരു മകനും വിശേഷാൽ കളംപാട്ടാണ് നടന്നത്. നാട്ടുതാലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി രാവിലെ 5-ന് തിരുമാന്താംകുന്നിൽ അമ്മയ്ക്ക് കൊട്ടിയറിയിക്കൽ ഏറ്റവും പ്രധാന ചടങ്ങാണ്. തുടർന്ന് നിർമാല്യ ദർശനം, അഭിഷേകം, മലർ നിവേദ്യം, ഗണപതി ഹോമം, ഉഷപൂജ. വിഷ്ണു ക്ഷേത്രത്തിൽ രാവിലെ 8 മുതൽ 10:30 വരെ വിഷ്ണു ഭഗവാന്റെ തിടമ്പേറ്റിയ ഗജവീരന്റെയും തൃപ്പങ്ങോട് പരമേശ്വരമാരാരുടെ നേതൃത്വത്തിൽ അനേകം കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയോടുകൂടിയുള്ള കാഴ്ചശീവേലിയും നടന്നു. ഉച്ചയ്ക്ക് 12:30 മുതൽ പ്രസാദ ഊട്ട്, വൈകിട്ട് 3 മണിക്ക് ട്രിപ്പിൾ തായമ്പക, വൈകിട്ട് 5 മണിക്ക് കരിവേലക്കയറ്റം, ഉച്ചപ്പാട്ട്, 6 മണിക്ക് ഗജവീരന്റെ അകമ്പടിയോടുകൂടി ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, 7 മണിക്ക് തൃപ്പങ്ങോട് പരമേശ്വരന്മാരാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളത്തോടു കൂടിയുള്ള തിരിച്ചെഴുന്നള്ളിപ്പ്. വിവിധ കരക്കാരുടെ വർണ്ണാഭമായ നിരവധി വരവുകൾ ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. രാത്രി 9:30-ന് താലം ചൊരിയൽ, കളം പൂജ, ചുറ്റുതാലപ്പൊലി, തിരിയൊഴിച്ചിൽ, കൂറ വലിക്കൽ, തുടർന്ന് ഗാനമേള എന്നിവ താലപ്പൊലി ആഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറി.